നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് ഇന്നും തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. തെക്കൻ കർണാടകയ്ക്കും സമീപ പ്രദേശങ്ങളിലും മുകളിലായി 5.8 കിലോമീറ്റർ ഉയരത്തിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും സമീപമുള്ള ആന്ധ്രാപ്രദേശ് തീരപ്രദേശങ്ങൾക്കും മുകളിലായി 4.5 കിലോമീറ്റർ ഉയരത്തിൽ മറ്റൊരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ സ്വാധീന ഫലമായി ഓഗസ്റ്റ് 8 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പുഴിയൂർ വരെയും, കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെയും, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും ജില്ലകളിലെ തീരദേശങ്ങളിൽ ഇന്ന് രാവിലെ 5:30 മുതൽ നാളെ രാത്രി 11:30 വരെ 1.1 മുതൽ 1.4 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും ഇതുവരെ മരിച്ചവരുടെ എണ്ണം 26ആയി. 4 പേരെ കാണാതായി. വിവിധ ജില്ലകളിൽ 418 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 18,434 പേരെ പാർപ്പിച്ചതായി മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, കാസർഗോഡ്, ആലപ്പുഴ, വയനാട്, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയത്. കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധിയില്ല. കോഴിക്കോട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. എസ്കോർട്ട് പരോൾ അനുവദിക്കണമെന്ന് ജയിലിൽ കഴിയുന്ന BJP കൗൺസിലർ R. സുഗതന്റെ അപേക്ഷയ്ക്ക് അനുകൂല മറുപടി നൽകിയ സംഭവത്തിൽ ആഭ്യന്തര അണ്ടർ സെക്രട്ടറിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് വകുപ്പിന്റെ വിലയിരുത്തൽ. പരോളിന് അനുമതി തേടി ആഭ്യന്തര വകുപ്പിനാണ് സുഗതൻ അപേക്ഷ നൽകിയത്. ഇതിൽ അഭിപ്രായം അറിയിക്കാനായി തദ്ദേശ വകുപ്പിന് കൈമാറി. മന്ത്രി അപേക്ഷ നിരസിക്കാൻ നിർദ്ദേശിച്ചെങ്കിലും പരോൾ ലഭിക്കാതെ കൗൺസിലർ സ്ഥാനം നിലനിർത്താൻ തക്ക വിധത്തിലുള്ള പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയാണ് തദ്ദേശ അണ്ടർ സെക്രട്ടറി മറുപടി കത്ത് തയ്യാറാക്കിയത്. ഇതാണ് അയോഗ്യതാ ഭീഷണി നിലനിൽക്കെ സുഗതന് 6 മാസത്തെ അവധി ലഭിക്കാൻ ഇടയാക്കിയതെന്നാണ് വിലയിരുത്തൽ. തദ്ദേശ വകുപ്പ് കൈമാറിയ കത്ത് അതേപടി പകർത്തി സുഗതന് കൈമാറുക മാത്രമാണ് ആഭ്യന്തര അണ്ടർ സെക്രട്ടറി ചെയ്തതെന്നാണ് വകുപ്പിന്റെ നിഗമനം. സംഭവത്തിൽ തദ്ദേശ അണ്ടർ സെക്രട്ടറി ചിത്ര P. അരുണിമയെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവത്ത് കുളത്തിൽ വീണ് 9 വയസ്സുകാരന് ദാരുണാന്ത്യം. പട്ടുവം ജുമാഅത്ത് പള്ളിക്ക് സമീപത്തെ കുളത്തിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പട്ടുവം സ്വദേശിയായ KP അമാനാണ് മരിച്ചത്. പട്ടുവം കടവ് LP സ്കൂളിൽ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമാൻ. ബുധനാഴ്ച വൈകിട്ട് 6:45ഓടെയായിരുന്നു സംഭവം. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മലപ്പുറം പാണക്കാട്ടെ മണ്ണിടിച്ചിലിൽ ദുരന്തം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്ത നിസാം എന്ന ബ്ലോഗർക്കെതിരെ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് KUWJ പരാതി നൽകി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കാണ് സംഘടന പരാതി സമർപ്പിച്ചത്. കല്ലുമ്മക്കായയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ജലത്തിൽ ലയിക്കാത്ത സംയുക്തങ്ങളുടെ ക്യാൻസർ പ്രതിരോധ ശേഷി വിലയിരുത്തുന്നതിനുള്ള പുതിയ പരിശോധനാ രീതി വികസിപ്പിച്ചതിന് കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലേക്ക് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു. ക്വിസാറ്റിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ IPR സ്റ്റഡീസിന്റെ IPR ഫെസിലിറ്റേഷൻ സെല്ലിന്റെ പിന്തുണയോടെയാണ് പേറ്റന്റ് നേടിയത്. ക്വിസാറ്റ് കെമിക്കൽ ഓഷ്യനോഗ്രഫി വകുപ്പിലെ മുൻ പ്രൊഫസർ ഡോക്ടർ N. ചന്ദ്രമോഹനകുമാർ, ഗവേഷക ദിവ്യ KR, ബയോടെക്നോളജി വകുപ്പിലെ ഗവേഷക സായിപ്രിയ TP എന്നിവർ ചേർന്ന് നടത്തിയ ഗവേഷണത്തിന്റെ ഫലമായാണ് ഈ പേറ്റന്റ്. ഗുരുവായൂരിൽ ഭക്തർക്ക് വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ഇന്നലെ രാവിലെ ആരംഭിച്ചു. രാവിലെ 7 മുതൽ 8 വരെയുള്ള ആദ്യഘട്ടത്തിൽ നിരവധി ഭക്തർ ഇതുവഴി ശ്രീ ഗുരുവായൂരപ്പ ദർശന സായുജ്യം നേടി. രാവിലെ 6:30 ക്ഷേത്രം കിഴക്കേ നടയിൽ ഭഗവതി അമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് സമീപം നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് നാടമുറിച്ച് വെർച്വൽ ക്യൂ ദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തിരിച്ചറിയൽ രേഖ പരിശോധനയ്ക്ക് ശേഷം K. രഘുനാഥൻ പിള്ള എന്ന ഭക്തനാണ് ആദ്യം വെർച്വൽ ക്യൂ ദർശനം നേടിയത്. ഇടവിട്ട് പെയ്ത മഴയും പ്രതികൂല കാലാവസ്ഥയും മറികടന്നെത്തിയ 100ലേറെ ഭക്തർക്ക് ആദ്യ മണിക്കൂറിൽ ദർശനം സാധ്യമായി. ഉച്ചയ്ക്ക് 1 മണിവരെ 1800 ഭക്തർ വെർച്വൽ ക്യൂ ദർശനത്തിന് ബുക്ക് ചെയ്തിരുന്നു. കൊച്ചിയിൽ റോറോ സർവീസ് നടത്തവേ നിയന്ത്രണം വിട്ട് കടലിലേക്ക് ഒഴുകി. എന്നാൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് ബോട്ടിന്റെ സമയോചിത ഇടപെടൽ വൻ ദുരന്തം ഒഴിവാക്കി.
ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് യാത്രക്കാരും വാഹനങ്ങളുമായി പോകുന്നതിനിടെ റോറോയുടെ എഞ്ചിൻ തകരാറിലായി നിയന്ത്രണം വിട്ട് 300 മീറ്ററോളം സഞ്ചരിച്ച് അഴിമുഖവും കടന്ന് കടലിലേക്ക് പ്രവേശിപ്പിച്ചപ്പോഴാണ് മെറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് റോറോ ബോട്ടിനെ കെട്ടിവലിച്ച് സുരക്ഷിതമായി കരയ്ക്കടുപ്പിച്ചു. പ്രളയ മുന്നറിയിപ്പ് നൽകാൻ 10 കോടി ചിലവിട്ട് സ്ഥാപിച്ച അത്യാധുനിക എക്സ്പാൻഡ് ഡോപ്ലർ വെതർ റഡാർ സംവിധാനം കമ്മീഷൻ ചെയ്യാത്തത് വിനയായി. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് 400-ലേറെ പേരുടെ ജീവനെടുത്ത് ദുരന്തമുണ്ടായതിന് പിന്നാലെയാണ് മേഘവിസ്ഫോടനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം വയനാട്ടിലെ പുൽപ്പള്ളിയിൽ സ്ഥാപിക്കാൻ പിണറായി വിജയൻ സർക്കാർ തീരുമാനിച്ചത്. ഈ വർഷത്തെ മഴക്കാലത്തിന് മുമ്പ് പ്രവർത്തനം തുടങ്ങാൻ ലക്ഷ്യമിട്ട് നിർമ്മാണം തുടങ്ങിയ പദ്ധതി മെയ്യിൽ പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണം കമ്മീഷൻ ചെയ്യാനായില്ല. പുതിയ സർക്കാർ വന്ന ശേഷം അതിന് തുടർ നടപടിയും ഉണ്ടായില്ല. മേഘവിസ്ഫോടനമുണ്ടാക്കുന്ന മഴമേഘങ്ങളെ തിരിച്ചറിയാൻ സാധാരണ കാലാവസ്ഥാ സംവിധാനങ്ങൾക്ക് കഴിയില്ല. അതിനാൽ ഡോപ്ലർ വെതർ റഡാർ സംവിധാനം ഉപയോഗിക്കുന്നത്. ഹാൻഡെക്സിന്റെ ഓണക്കാല റിബേറ്റ് വിൽപ്പനയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കൈത്തറി ഭവൻ ഷോറൂമിൽ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. കേരള സംസ്ഥാന കൈത്തറി നെയ്ത്ത് സഹകരണ സംഘം ഹാൻടെക്സ് അംഗങ്ങളിലെ തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉന്നത ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ 20% സർക്കാർ റിബേറ്റോടുകൂടി ലഭ്യമാകും. വാട്സാപ്പ് ചാറ്റിലൂടെ KSRTCക്ക് ടിക്കറ്റ് ലഭിക്കുന്ന സംവിധാനം വരുന്നു. ചാറ്റിലൂടെ വിവരം നൽകി പണമടച്ചാൽ ഉടൻ ടിക്കറ്റ് ലഭിക്കും. സംവിധാനം നാളെ രാവിലെ 11 മണിക്ക് മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. ഓണത്തിനു മുന്നേ നേന്ത്രക്കായ്ക്ക് വില കുതിക്കുന്നു. ഇതോടെ ഓണസദ്യക്ക് ചെലവേറുമെന്ന ആശങ്കയിലാണ് മലയാളികൾ. വിപണിയിൽ നേന്ത്രക്കായ കിലോ 60 മുതൽ 70 രൂപ വരെയും നേന്ത്രപ്പഴത്തിന് 70 മുതൽ 85 രൂപ വരെയുമാണ് വില. 10 ദിവസത്തിനിടെ മൊത്ത വിപണിയിൽ നേന്ത്രക്കായ കിലോയ്ക്ക് 10 മുതൽ 12 രൂപ വരെ കൂടി. കനത്ത മഴയിലും കാറ്റിലും നേന്ത്രവാഴ കൃഷി വ്യാപകമായി നശിച്ചതിനാൽ ഇത്തവണ പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ചവ പൊതുവെ കുറവാണ്. വില കൂടിയപ്പോൾ ആവശ്യത്തിന് വിളവില്ലെന്നും കർഷകർ പറയുന്നു. കുലയുടെ തൂക്കവും കുറവാണ്. 10 കിലോ തൂക്കമുള്ള നാടൻ നേന്ത്രക്കുല കടകളിലെത്തിക്കുമ്പോൾ 1 കിലോയോളം തണ്ട് കുറച്ചാണ് തൂക്കം കണക്കാക്കുക. അപ്പോൾ കിലോയ്ക്ക് 60 മുതൽ 70 രൂപ തോതിൽ ലഭിച്ചാൽ തന്നെ 540 മുതൽ 630 വരെയാണ് ലഭിക്കുക. വളമിടൽ, നാട്ടകെട്ടൽ അടക്കമുള്ളവയ്ക്ക് മുമ്പത്തേക്കാൾ ചിലവ് കൂടിയതും അതിനൊത്ത് വില ലഭിക്കാത്തതും നീർവാർച്ചയുള്ള സ്ഥലം കുറഞ്ഞ പാട്ടത്തിന് ലഭിക്കാത്തതും കർഷകർ വാഴകൃഷി ഉപേക്ഷിക്കാൻ കാരണമായിട്ടുണ്ട്. ചെങ്കടലിൽ ഇന്ത്യൻ പതാക ഘടിപ്പിച്ച ചരക്ക് കപ്പലിന് നേരെ ആക്രമണത്തിന് പിന്നാലെ കപ്പൽ കടലിൽ മുങ്ങി. ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖ നഗരമായ ഹൊദൈദയിൽ നിന്ന് ഏകദേശം 13 നോട്ടിക്കൽ മൈൽ തെക്ക് മാറിയാണ് MSV ഫൈസ്-നൂർ ഒലിയ എന്ന കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. കപ്പലിൽ നിന്ന് 13 ഇന്ത്യക്കാരുൾപ്പെടെ 14 നാവികരെ സുരക്ഷിതരായി ഒഴിപ്പിച്ചതായും ഇവർക്ക് വേണ്ട ചികിത്സ നൽകിയതായും യമൻ സൈന്യം അറിയിച്ചു. കോസ്റ്റ് ഗാർഡും നേവി യൂണിറ്റും നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് നാവികരെ രക്ഷപ്പെടുത്തിയതെന്ന് യമൻ നാഷണൽ റെസിഡൻസ് ഫോഴ്സ് പ്രസ്താവനയിൽ അറിയിച്ചു. യമൻ സമുദ്രാതിർത്തിക്ക് സമീപം കപ്പലിന് നേരെയുണ്ടായ പ്രകോപനമില്ലാതെ നടന്ന ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. മേഖലയിൽ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും രക്ഷപ്പെടുത്തിയ ജീവനക്കാർക്ക് ആവശ്യമായ സഹായം നൽകുന്നതിനും എല്ലാ ഏജൻസികളുമായി ഏകോപിപ്പിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ഡയറക്ടർ ജനറൽ മാരിടൈം അഡ്മിനിസ്ട്രേഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. റീൽസ് എടുത്ത് തുടർച്ചയായി സ്വകാര്യ സ്കൂളുകളെ പുകഴ്ത്തിയെന്ന ആരോപണം നേരിട്ട സർക്കാർ സ്കൂൾ അധ്യാപിക രാജിവെച്ചു. തെലങ്കാനയിലെ ഖമ്മം ജില്ലയിലെ മാമില്ലഗുഡം സർക്കാർ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയായ ബൂക്യ ഗൗതമിയാണ് 12 വർഷം നീണ്ടുനിന്ന സർക്കാർ സ്കൂളിലെ അധ്യാപനം അവസാനിപ്പിച്ചത്. വിവാദത്തെ തുടർന്ന് ഏറെ നാളായി അധ്യാപിക സസ്പെൻഷനിലായിരുന്നു. രാജിപ്രഖ്യാപനവും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത റീൽസിലൂടെയാണ് അധ്യാപിക അറിയിച്ചത്. വിവാദങ്ങൾ നൽകിയ അപമാനവും സമ്മർദ്ദവും താങ്ങാനാവുന്നില്ലെന്നും വീഡിയോയിൽ അധ്യാപിക പറഞ്ഞു. പശ്ചിമബംഗാളിലെ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിനെതിരെ രൂക്ഷ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് മുൻ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് മേധാവിയുമായ മമതാ ബാനർജി നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി. രാഷ്ട്രീയ ഭീഷണി, പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്തൽ, പോലീസ് സേനയുടെ ദുരുപയോഗം എന്നിവ ആരോപിച്ചായിരുന്നു ഇത്. ഫേസ്ബുക്ക് ലൈവിലൂടെ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസ്ഥാനത്തെ TMC പ്രവർത്തകർക്കും സാധാരണ പൗരന്മാർക്കും ആയിരക്കണക്കിന് വ്യാജ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്നും അവരിൽ പലർക്കും തങ്ങൾ ചെയ്ത കുറ്റം എന്താണെന്ന് പോലും അറിയില്ലെന്നും മമതാ ബാനർജി ആരോപിച്ചു. 4 സ്ത്രീകളും 7 പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടെ കുറഞ്ഞത് 21 ബംഗ്ലാദേശ് പൗരന്മാരെ ജമ്മു കാശ്മീരിലെ റംബാൻ ജില്ലയിൽ കസ്റ്റഡിയിലെടുത്തു. കേന്ദ്രഭരണ പ്രദേശത്തേക്കുള്ള അവരുടെ നീക്കത്തിന് ആരാണ് സൗകര്യം ഒരുക്കിയതെന്നറിയാൻ ഉദ്യോഗസ്ഥർ അവരെ ചോദ്യം ചെയ്ത് വരികയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇവർ അന്താരാഷ്ട്ര അതിർത്തി
കടന്ന് അസം വഴി ഇന്ത്യയിലേക്ക് പ്രവേശിച്ചതായും അവിടെ നിന്ന് ട്രെയിൻ വഴി ജമ്മുവിലേക്ക് യാത്ര ചെയ്തതായും വെളിപ്പെടുത്തി. തൊഴിൽ തേടി അവർ കാശ്മീരിലേക്ക് പോവുകയായിരുന്നു എന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പ്രകാരം രാജ്യത്ത് സൗരോർജ്ജം ഉപയോഗിക്കുന്ന കുടുംബങ്ങൾ 50.06 ലക്ഷം പിന്നിട്ടു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. ഓരോ 6 ദിവസവും 1 ലക്ഷം കുടുംബങ്ങൾ പദ്ധതി ഉപയോക്താക്കളാകുന്നു. ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന ശുദ്ധ ഊർജ്ജ പരിപാടികളിലൊന്ന് സൂര്യഘർ മുഫ്ത് ബിജ്ലി സംയോജന എന്ന് അദ്ദേഹം പറഞ്ഞു. സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയിൽ വൻ വികസന കുതിപ്പിലേക്ക് ഭാരതം. ഏകദേശം $20 ബില്യൺ അതായത് 1.6 ലക്ഷം കോടി രൂപ നിക്ഷേപത്തോടെ രാജ്യത്ത് 12 സെമി കണ്ടക്ടർ യൂണിറ്റുകൾ സജ്ജമാകുന്നതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഭാരതത്തെ ആഗോള സെമി കണ്ടക്ടർ നിർമ്മാണ ഹബ്ബാക്കി മാറ്റാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ ലക്ഷ്യം കാണുന്നു എന്നതിന്റെ സൂചനയാണിതെന്നും മന്ത്രി വ്യക്തമാക്കി. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് മന്ത്രാലയം എന്നിവയോട് ഇന്ധനം നൽകുന്നതിന് മുമ്പ് പെട്രോൾ പമ്പുകൾ വാഹനങ്ങളുടെ ഇൻഷുറൻസ് പരിശോധിക്കാൻ കഴിയുന്ന ഒരു പൈലറ്റ് പ്രോജക്ട് തയ്യാറാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. നിർദ്ദിഷ്ട സംവിധാനത്തിന് കീഴിൽ സാധുവായ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ആവശ്യമായ പരിരക്ഷ ലഭിക്കുന്നതുവരെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ നിഷേധിക്കപ്പെടാം. ട്രംപിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഫോട്ടോയും ചിത്രവും പകർത്തിയതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലോസ് ആഞ്ചലസ് ഗോൾഫ് കോഴ്സിൽ നിന്ന് ആയുധധാരിയായ ഒരാളെ അറസ്റ്റ് ചെയ്തു. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കാരണം വെളിപ്പെടുത്തിയിട്ടില്ലെന്നും അധികൃതർ പറഞ്ഞു. പൊതുമേഖലാ കമ്പനി എന്ന നിലയിൽ ആദ്യപാദ റിപ്പോർട്ടിൽ $500 ബില്യൺ നഷ്ടം സംഭവിച്ചതായി സ്പേസ് എക്സ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ വാൾസ്ട്രീറ്റ് പ്രതീക്ഷിച്ചതിലും കുറവായിരുന്നു നഷ്ടം. വരുമാനം കുതിച്ചുയർന്നു. എലോൺ മസ്ക് നടത്തുന്ന കമ്പനി ജൂൺ വരെയുള്ള 3 മാസത്തിനുള്ളിൽ $541 മില്യൺ അഥവാ ഒരു ഓഹരിക്ക് 9 സെന്റ് നഷ്ടം റിപ്പോർട്ട് ചെയ്തു. ഇത് സാമ്പത്തിക വിശകലന വിദഗ്ധർ പ്രതീക്ഷിച്ചതിന്റെ പകുതിയിൽ താഴെയാണ്. വരുമാനം $7.8 ബില്യൺ ഉയർന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് 90% വർധന. ഇസ്ലാമാബാദിലെ ഏറ്റവും വലിയ ഭരണകക്ഷിയായ ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി PPPയും നവാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് PMLNും തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. 90-ലധികം പേർ കൊല്ലപ്പെട്ട മാരകമായ ഏറ്റുമുട്ടലുകളിൽ POK തെരഞ്ഞെടുപ്പിൽ കൃത്രിമം, അക്രമം, പൊതുജനാഭിപ്രായം മോഷ്ടിക്കൽ എന്നീ കുറ്റങ്ങൾ ആരോപിച്ചാണ് ഇരുവരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇവർ രണ്ടു കൂട്ടരും പാകിസ്ഥാൻ ഭരണസഖ്യത്തിലെ അംഗങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.